ബഹിരാകാശത്ത് ഒരു മനുഷ്യൻ്റെ കണ്ണുപോലും എത്താത്ത ദൂരത്ത് നൂറ്റാണ്ടുകളായി ഒരു ചോദ്യം നിലനിൽക്കുന്നുണ്ട്. എന്താണ് സത്യത്തിൽ നമ്മുടെ ഗാലക്സി? ചിത്രങ്ങളിലോ ഫോട്ടോകളിലോ അല്ല, മറിച്ച് യഥാർത്ഥത്തിൽ അതെങ്ങനെയാണ്? ചലനത്തിലായാലും രൂപത്തിലായാലും അതിൻ്റെ ആഴത്തിലായാലും നക്ഷത്രങ്ങൾ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത്? ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് അതെവിടെയായിരുന്നു? ഇനി അവ എങ്ങോട്ടാണ് പോകുന്നത്? നമ്മൾ രാത്രി ആകാശത്തേക്ക് നോക്കുമ്പോൾ നക്ഷത്ര സമൂഹങ്ങളെ കാണാറുണ്ട്. ഓറിയോൺ, സപ്തർഷികൾ, കാസിയോപ്പിയ തുടങ്ങിയ ഓർമ്മയിൽ പതിഞ്ഞ ഒരുപാട് രൂപങ്ങളില്ലേ? അവ സ്ഥിരമാണ് എന്ന് നമുക്ക് തോന്നാം, എന്നാൽ അങ്ങനെ അല്ല. നക്ഷത്രങ്ങൾ ചലിക്കുന്നുണ്ട്. അവ ശൂന്യതയിലൂടെ ഒഴുകി നീങ്ങുകയും കറങ്ങുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ചലനം നമ്മൾ ശരിക്കും കണ്ടിട്ടില്ല. കാരണം ദൂരങ്ങൾ വളരെ വലുതും മാറ്റങ്ങൾ വളരെ പതുക്കെയുമാണ്. നമ്മൾ ഗാലക്സികളെ സങ്കല്പിക്കുക മാത്രമാണ് ചെയ്യുന്നത്. എന്നാൽ ആ സങ്കല്പത്തേക്കാൾ മികച്ച ഒരു മാർഗ്ഗം നമുക്കുണ്ടായിരുന്നെങ്കിലോ? എല്ലാം നിരീക്ഷിക്കാൻ കഴിയുന്ന, അറിയാൻ കഴിയുന്ന ഒരു യന്ത്രം. ഓരോ നക്ഷത്രത്തെയും അതിൻ്റെ ഓരോ ചലനത്തെയും ഓരോ പ്രകാശത്തിൻ്റെ തിളക്കത്തെയും കൃത്യമായ 3D രൂപത്തിൽ രേഖപ്പെടുത്താൻ കഴിയുന്നൊരു ഉപകരണം. അതായിരുന്നു ഗയ എന്ന ടെലസ്കോപ്പിൻ്റെ പിന്നിലുള്ള ലക്ഷ്യം, സ്വപ്നം. 2013 ഡിസംബർ 19 യൂറോപ്യൻ സ്പേസ് ഏജൻസി വിക്ഷേപിച്ച ഗയ നമ്മുടെ ഗാലക്സിയെ ഒരു നിശ്ചല ചിത്രമായി പകർത്തുന്നതിനുപരി ജീവനുള്ള ഒന്നായി മനസ്സിലാക്കാനുള്ള മനുഷ്യൻ്റെ ഏറ്റവും വലിയ ശ്രമമായിരുന്നു. ഇന്ന് 2025 തുടക്കമാസങ്ങളിൽ അത് ശാശ്വതമായ വിശ്രമത്തിലേക്ക് കടന്ന വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് ഗയയ്ക്ക് വേണ്ടിയുള്ളൊരു ട്രൈബ്യൂട്ട് എന്നുള്ള രീതിയിൽ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. വീഡിയോ മുന്നോട്ട് പോകുന്നതിന് മുമ്പ് നമ്മൾ ശാസ്ത്രവുമായി ബന്ധപ്പെട്ട അപ് ടു ഡേറ്റ് വിവരങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് എല്ലാ ആഴ്ചയും മലയാളത്തിലും ഇംഗ്ലീഷിലും ഒരു ഓൺലൈൻ സയൻസ് മാഗസിൻ റിലീസ് ചെയ്യുന്നുണ്ട്. അതൊരു വെബ്സൈറ്റ് വഴിയും നിങ്ങളുടെ വാട്സപ്പിൽ ലഭ്യമാകുമെന്ന് മാത്രമല്ല, ആ വിഷയങ്ങളെക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങളും അതുമായി ബന്ധപ്പെട്ട പോസ്റ്റുകളും ഒക്കെ ഉൾപ്പെടുത്തിയാണ് പലപ്പോഴും നമ്മൾ വീഡിയോകൾ ചെയ്യാറുള്ളത്. ആ ഒരു മാഗസിൻ്റെ ഭാഗമാകാനും ആ മാഗസിൻ ഉൾപ്പെടെയുള്ള സർവീസുകൾ ലഭിക്കുന്ന കമ്മ്യൂണിറ്റിയിൽ അംഗമാകാനുമുള്ളൊരു ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ചെക്ക് ചെയ്യുക. അത് വളരെ വർത്തായിട്ടുള്ള, ശാസ്ത്രം അറിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും മികച്ച ഒരു മാർഗ്ഗമാണെന്ന് ഞാൻ പറയും. JRStudioEdu.com എന്ന് പറയുന്ന വെബ്സൈറ്റിലാണ് ഞാനത് ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ, 100 കോടി നക്ഷത്രങ്ങൾ, ഓരോന്നും ഓരോ സൂര്യനുകളാണ്. ഓരോ സൂര്യനും ഒരുപക്ഷെ സ്വന്തമായിട്ട് ലോകങ്ങളുണ്ടാകാം. ഈ ഓരോ ലോകവും ഒരു രഹസ്യമാണ്. അതുകൊണ്ട് തന്നെ ഗയ ടെലസ്കോപ്പ് വെറുതെ അതിനെ നോക്കുകയായിരുന്നില്ല. ക്ഷീരപഥത്തിൻ്റെ, നമ്മുടെ മിൽക്കി വേയുടെ ചരിത്രം അത് അളക്കുകയായിരുന്നു. കോടിക്കണക്കിന് വർഷങ്ങൾ പിന്നോട്ട് പോയും ഗാലക്സിയുടെ ഭാവിയിലേക്ക് എത്തി നോക്കി പ്രെഡിക്റ്റ് ചെയ്തുകൊണ്ടും ഗയ ഇതിനെക്കുറിച്ച് പഠിച്ചിരുന്നു. മുൻപ് നമുക്ക് ഏകദേശം 1,00,000 നക്ഷത്രങ്ങളെ മാത്രമാണ് അതിൻ്റെ 3Dയുടെ മൂവ്മെൻ്റാക്കി രേഖപ്പെടുത്താൻ കഴിഞ്ഞിരുന്നത്. അതായത് ഒരു ഗ്ലാസ് വെള്ളം നോക്കി കടലിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് പോലെയുള്ള ഒരു അറിവ് മാത്രമേ നമുക്കുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ചോദ്യം, നമ്മൾ എന്തിന് ഗാലക്സികളെ മാപ്പ് ചെയ്യണം എന്നുള്ളതല്ല, എന്തുകൊണ്ടാണ് നമ്മളിത് നേരത്തെ ചെയ്തില്ല എന്നതായിരുന്നു. നമ്മൾ ബഹിരാകാശത്ത് ഒരുപാട് നേട്ടങ്ങൾ നേടി, പക്ഷേ എന്തുകൊണ്ട് നമ്മൾ ഇത്രയും ലേറ്റായി? അതുകൊണ്ട് തന്നെ ഗയ എന്ന് പറയുന്നത് വെറും ഒരു കൗതുകത്തിന് വേണ്ടി വിക്ഷേപിച്ച ഒരു ടെലസ്കോപ്പ് അല്ല. ക്ഷീരപഥം എങ്ങനെ രൂപപ്പെട്ടു, അത്രത്തോളം അദൃശ്യമാണ് എന്ന് നമ്മൾ കരുതുന്ന ഡാർക്ക് മാറ്ററിൻ്റെ അളവ് എത്രയാണ്, കോടിക്കണക്കിന് വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ സൗരയൂഥം എവിടെ എത്തിച്ചേരും? ഒരുപക്ഷെ ഇതെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണെങ്കിലും നമ്മുടെ ഉത്ഭവത്തെക്കുറിച്ച് നക്ഷത്രങ്ങൾ എന്ത് കഥകളാണ് പറയുന്നത് എന്ന ക്യൂരിയോസിറ്റിയാണ് സത്യത്തിൽ ഗയ ഫില്ല് ചെയ്യാനായിട്ട് ശ്രമിച്ചത്. എന്നാൽ പ്രകാശവർഷങ്ങൾക്കപ്പുറമുള്ള ചലനം അളക്കുന്നത് ഒരു റോഡിലൂടെ കാറ് കാണുന്നത് പോലെയൊന്നും അല്ല. ഒരു നക്ഷത്രത്തിൻ്റെ യഥാർത്ഥ ചലനം കാണാൻ നമ്മളിങ്ങനെ കുറേ കാലം കാത്തിരിക്കണം. കാരണം അത് വളരെ ഡീപ്പാണ്. ഈ കോസ്മിക്കിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ അതെങ്ങനെയാണ് ഇങ്ങനെ ചലിക്കുന്നതെന്ന് കൃത്യമായ സമയമെടുത്ത് പഠിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഗയ അത്രയും ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ടെലസ്കോപ്പായി മാറിയത്. ഹബിൾ ടെലസ്കോപ്പ് പോലെയോ ജെയിംസ് വെബ് ടെലസ്കോപ്പ് പോലെയോ ഉള്ള ഒരു ടെലസ്കോപ്പ് അല്ല ഗയ. മനോഹരമായ ചിത്രങ്ങൾ എടുക്കാനല്ല അത് ശ്രമിച്ചിരുന്നത്. സൂപ്പർനോവകളെയോ തമോഗർത്തങ്ങളെയോ അത് ഫോളോ ചെയ്തിട്ടുമില്ല. ഗയ എന്ന് പറയുന്നത് ഒരു സർവേയർ ആയിരുന്നു, ആകാശത്തിൻ്റെ ഭൂപടം വരയ്ക്കുന്ന ഒരാൾ. അത് നിശബ്ദമായി പ്രപഞ്ചത്തിൻ്റെ സത്യങ്ങൾ നമ്മളോട് ഇങ്ങനെ വെളിപ്പെടുത്തിക്കൊണ്ടിരുന്നു. അതിൻ്റെ ഒരു ഡെപ്ത് ഞാൻ അവസാനം പറയാം. അത് ഗാലക്സികളുടെ ശബ്ദത്തെ കേട്ട് അതിനെ ഡാറ്റയാക്കി മാറ്റി. ആ ഡാറ്റയിലൂടെ നമ്മൾ പ്രപഞ്ചത്തെ പഠിച്ചു. നമ്മൾ എവിടെയാണെന്നും ആരാണെന്നും നമുക്കിനിയും എത്രത്തോളം കാര്യങ്ങൾ അറിയാനുണ്ടെന്നും അത് ബോധ്യപ്പെടുത്തി. കാരണം നക്ഷത്രങ്ങളെ മാപ്പ് ചെയ്യുന്നത് സത്യത്തിൽ നമ്മളെ തന്നെ മനസ്സിലാക്കലാണ്. ആകാശത്തിൻ്റെ ഒരു നിശബ്ദമായ കണ്ണായി അത് പ്രവർത്തിച്ചു. ഗയയ്ക്ക് എല്ലാം മാറ്റിമറിക്കാൻ കഴിഞ്ഞിരുന്നു. ഗയ ഒരുപാട് കാര്യങ്ങൾ മാറ്റിമറിച്ചു. ജെയിംസ് വെബിൻ്റെ സ്വർണ്ണ കണ്ണാടികളോ ഹബിൾ ടെലസ്കോപ്പിൻ്റെ നമ്മൾ പ്രതീക്ഷിക്കുന്ന നീണ്ട കുഴലുകളോ ഒന്നുമില്ലാത്ത രീതിയിലാണ് ഗയ ഇരിക്കുന്നത്. പകരം അതൊരു ദൂരദർശിനി പോലെ പോലും തോന്നാത്തൊരു രൂപത്തിലാണ്.
തിളങ്ങുന്ന ലെൻസുകളും വലിയ കണ്ണാടികളും പാനലുകളോ വരുന്നതിന് പകരം അതൊരു ലോഹപ്പൂ പോലെ ഇങ്ങനെ വിടർന്നിരിക്കും. ചിത്രം കണ്ടാൽ മതി. ഭൂമിയിൽ നിന്ന് 15 ലക്ഷം കിലോമീറ്റർ അകലെ സൂര്യൻ്റെയും ഭൂമിയുടെയും ഗുരുത്വാകർഷണം ഒരു സ്റ്റേബിളായിട്ടുള്ള ഓർബിറ്റ് കൊടുക്കുന്ന L2 ലഗ്രാഞ്ചെ 2 എന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന വെള്ളി നിറമുള്ള ഇതളുകൾ പോലെയുള്ളൊരു പേടകമായിട്ടാണ് ഗയ ഇത്രയും നാൾ ഉണ്ടായിരുന്നത്. എന്നാൽ ഇതിൻ്റെ രൂപം കണ്ട് തെറ്റിദ്ധരിക്കരുത്. മനുഷ്യൻ ഇന്നുവരെ നിർമ്മിച്ചിട്ടുള്ളതിൽ ഏറ്റവും കൃത്യമായ ഒരു ഉപകരണമാണ് ഗയ. നക്ഷത്രങ്ങളെ നമ്മൾ വിചാരിക്കുന്ന രീതിയിലല്ല അത് കാണുന്നത്, മറിച്ച് അവിശ്വസനീയമായ കൃത്യതയോടുകൂടി നക്ഷത്രങ്ങളെ അത് അളക്കും. മിക്ക ടെലസ്കോപ്പുകൾക്കും ആകാശത്തിൻ്റെ ഒരു ചെറിയ ഭാഗത്തേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് ഡാറ്റ സ്വീകരിക്കുമ്പോൾ ഗയ മുഴുവൻ ആകാശവും വീണ്ടും വീണ്ടും സ്കാൻ ചെയ്തുകൊണ്ടാണിരുന്നത്. നക്ഷത്രങ്ങളുടെ വെളിച്ചത്തിലെ ചെറിയ മാറ്റങ്ങൾ പോലും ടപ്പന അത് പിടിച്ചെടുക്കും. മാത്രമല്ല, ഇത് സ്വയം ചെറുതായിട്ട് കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനെയാണ് ആസ്ട്രോമെട്രി എന്ന് വിളിക്കുന്നത്. അതായത് നക്ഷത്രങ്ങളുടെ സ്ഥാനം, ദൂരം, ചലനം എന്നിവ അളക്കുന്ന ശാസ്ത്രം. ഗയ ഇത് ചെയ്യുന്നത് അമ്പരപ്പിക്കുന്ന കൃത്യതയോടുകൂടിയായിരുന്നു. ഞാൻ അതിനെ ഒരു താരതമ്യ പഠനം പോലെ പറയാം. ലണ്ടനിൽ നിന്നുകൊണ്ട് മുംബൈയിലുള്ള ഒരു നാണയം 1 മില്ലിമീറ്റർ മാറിയോ എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ പറയാൻ കഴിയുമെങ്കിൽ അത്രയും കൃത്യതയുണ്ട് ഗയയ്ക്ക്. ഗയയുടെ ഉള്ളിൽ അല്പം ചരിച്ചു വെച്ചിരിക്കുന്ന 2 ടെലസ്കോപ്പുകളുണ്ട്. അവ പ്രകാശത്തെ ഒരു വലിയ ഫോക്കൽ പ്ലെയിനിലേക്ക് എത്തിക്കും. അവിടെയാണ് ബഹിരാകാശത്ത് ഇന്ന് വരെ നമ്മൾ അയച്ചിട്ടുള്ളതിൽ ഏറ്റവും വലിയ ഡിജിറ്റൽ ക്യാമറയുള്ളത്. ഒരു 100 കോടി പിക്സലോളം വരുന്ന ക്യാമറ. അതെ, ലക്ഷമൊന്നുമല്ല, കോടി. 106 CCD ഡിറ്റക്ടറുകൾ ചേർത്തുണ്ടാക്കിയ ഈ ക്യാമറയ്ക്ക് 7 മൈക്രോ ആർക്ക് സെക്കൻഡ് പോലെയുള്ള ചെറിയ ചലനങ്ങൾ പോലും തിരിച്ചറിയാൻ കഴിയും. മനസ്സിലായില്ലല്ലോ? ഒരു മൈക്രോ ആർക്ക് സെക്കൻഡ് എന്ന് പറഞ്ഞാൽ 1000 കിലോമീറ്റർ അകലെ നിന്ന് കാണുന്ന ഒരു തലമുടിയുടെ കോണളവാണ്. ഗയ നക്ഷത്രങ്ങളുടെ സ്ഥാനം മാത്രമല്ല, അവയുടെ നിറം, വേഗത, തിളക്കം, കാലക്രമേണയുള്ള മാറ്റങ്ങൾ എന്നിവയെല്ലാം കൃത്യമായിട്ട് അളക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു ഡാറ്റ ഉപയോഗിച്ച് നക്ഷത്രങ്ങളുടെ ചലനം കോടിക്കണക്കിന് വർഷം പിന്നോട്ടോ ഭാവിയിലേക്കോ കണക്കാക്കാൻ കഴിയും. എന്നാൽ ഗയ പൂർണ്ണമായും നിശ്ചലമായി നിന്നില്ലെങ്കിൽ ഇതൊന്നും സാധ്യമാകില്ലല്ലോ. അതുകൊണ്ടാണ് അത് ഭൂമിയുടെയും സൂര്യൻ്റെയും ഗുരുത്വാകർഷണത്തിൻ്റെ ഒരു ബാലൻസിങ് പോയിൻ്റായ ലഗ്രാഞ്ചെ പോയിൻ്റ് 2ൽ സ്ഥിതി ചെയ്യുന്നത്. ഇത് ഗയയെ ഭൂമിയുടെ ചൂടിൽ നിന്നും റേഡിയോ തരംഗങ്ങളിൽ നിന്നും പ്രൊട്ടക്റ്റ് ചെയ്യും. നമ്മുടെ ജെയിംസ് വെബ് ഇങ്ങനെയാണ് നിൽക്കുന്നത്, ലഗ്രാഞ്ചെ പോയിന്റിലാണ് നിൽക്കുന്നത്. പക്ഷേ അത് മറ്റൊരു ലഗ്രാഞ്ചെ പോയിന്റിലാണ്. അപ്പോൾ ആ ഒരു സ്ഥലത്ത് പോലും സ്ഥിരത നിലനിർത്തുന്നതിന് വലിയ വെല്ലുവിളിയുണ്ട്. ഗയയ്ക്ക് വളരെ സുഗമമായി സ്വന്തമായി കറങ്ങേണ്ടതുണ്ട്. ഉപകരണങ്ങൾ ചൂടായി പോകാതിരിക്കാൻ വേണ്ടി സ്വയം തണുപ്പിക്കണം, തണുത്തുപോയാൽ ചൂടാക്കണം. വർഷങ്ങളോളം അതിൻ്റെ സ്ഥാനം ഡിഗ്രിയുടെ ഒരംശം പോലും മാറാത്ത രീതിയിൽ സ്റ്റേബിളായിട്ട് നിലനിർത്തണം. ഇതിനു വേണ്ടി ചെറിയ അളവിലുള്ള കോൾഡ് ഗ്യാസ് ഉപയോഗിക്കുന്ന മൈക്രോ ത്രസ്റ്ററുകളാണ് ഗയയിൽ ഉണ്ടായിരുന്നത്. ഇത് ചെറിയ രീതിയിലുള്ള ക്രമീകരണങ്ങൾ വരുത്തിക്കൊണ്ട് ചെറിയ ചേഞ്ചുകളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും. ബഹിരാകാശത്ത് ഒരു സൂചിമുനയിൽ തൂവൽ നിർത്തുന്നത് പോലെയാണിത്. ഇതെല്ലാം എന്തിനാണ്? നിശബ്ദമായി നിരന്തരമായി പ്രപഞ്ചത്തെ നോക്കിയിരിക്കാൻ. വർഷങ്ങളോളം ഗയ കറങ്ങുകയും അളക്കുകയും ഒക്കെ ചെയ്തു. ഓരോ 70 ദിവസം കൂടുമ്പോഴും ആകാശം മുഴുവൻ സ്കാൻ ചെയ്ത് അഭൂതപൂർവമായ ഒരു സർവേ അത് പൂർത്തിയാക്കി. ഗയ 100 കോടി നക്ഷത്രങ്ങളെ കണ്ടിട്ടുണ്ട് എങ്കിലും അത് വിക്ഷേപിച്ചതിന് ശേഷം ഭൂമിയെ കണ്ടിട്ടില്ല. അത് നമ്മളെ വിട്ട് പുറത്തേക്ക് മാത്രമാണ് നോക്കുന്നത്. ഈ യന്ത്രത്തിന് ഒരുപക്ഷെ പ്രപഞ്ചത്തെക്കുറിച്ച് മറ്റേത് മനുഷ്യനേക്കാളും കൂടുതൽ കാര്യം അറിയായിരിക്കും. അതിൻ്റെ ശരീരം ലോഹമാണെങ്കിലും ഗയ അളക്കാൻ തുടങ്ങിയപ്പോൾ അതിനോട് നക്ഷത്രങ്ങൾ സംസാരിക്കാൻ തുടങ്ങി എന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങൾ സങ്കല്പിക്കേണ്ട ഒരു കാര്യം, ഒരു വലിയ ആൾക്കൂട്ടത്തിനിടയിൽ നമ്മൾ നിൽക്കുന്നു എന്നുള്ളതാണ്. ഓരോരുത്തരും നടക്കുകയാണ്. ചിലർ ഓടുന്നു, ചിലർ കറങ്ങുന്നു, ചിലർ ഇഴയുന്നു. ഓരോരുത്തരും നമ്മളിൽ നിന്ന് ഒരു പ്രകാശവർഷം അകലെയാണെന്ന് സങ്കല്പിക്കുക. ഇനി 10,000 വർഷം കഴിഞ്ഞ് ഓരോരുത്തരും എവിടെയാണെന്ന് പ്രവചിക്കാൻ ശ്രമിക്കൂ. ഇതാണ് ഗയ കോടിക്കണക്കിന് നക്ഷത്രങ്ങൾക്ക് വേണ്ടി ചെയ്തത്. ഇനി നമുക്ക് എന്താണ് ആസ്ട്രോമെട്രി എന്ന് നോക്കാം. അടിസ്ഥാനപരമായി കാലം കഴിഞ്ഞു പോകുമ്പോൾ നക്ഷത്രങ്ങൾക്കുണ്ടാകുന്ന ചലനമാണിത്. നക്ഷത്രങ്ങൾ ഒരിടത്ത് നിൽക്കുകയല്ല, അവ ചലിക്കുന്നുണ്ട്. ഗുരുത്വാകർഷണ ബലത്താലും മറ്റ് ഗാലക്സികളുടെ സംഭവങ്ങളാലും സ്വാധീനിക്കപ്പെട്ട് പ്രത്യേക പാതകളിലൂടെയാണ് ഇവ ചലിക്കുന്നത്. എന്നാൽ നമ്മുടെ കാഴ്ചപ്പാടിൽ ഇതിൻ്റെ ചലനം വളരെ വളരെ പതുക്കെയാണ്. ഒരു മനുഷ്യായുസ്സിൽ ഒരു നക്ഷത്രം ഏതാനും ആർക്ക് സെക്കൻഡുകൾ മാത്രമായിരിക്കും മാറുക. എന്നാൽ ഗയയ്ക്ക് അതിൻ്റെ ലക്ഷക്കണക്കിന് മടങ്ങ് ചെറിയ മാറ്റങ്ങൾ പോലും കണ്ടെത്താൻ കഴിയും. ഈ മാറ്റങ്ങൾ നിരീക്ഷിക്കുന്നതിലൂടെ ഗയ വെറും ചലനത്തെ മാത്രമല്ല, സമയം പോകുന്നത് തന്നെയാണ് കാണുന്നത്. ഈ ചലനത്തെ രണ്ടായി തിരിക്കാം. പ്രോപ്പർ മോഷൻ, നക്ഷത്രം ആകാശത്തിൽ വശങ്ങളിലേക്ക് നീങ്ങുന്നതിനാണ് പ്രോപ്പർ മോഷൻ എന്ന് പറയുന്നത്. അടുത്ത റേഡിയൽ വെലോസിറ്റി, നക്ഷത്രം നമ്മളിലേക്ക് അടുക്കുകയോ അകലുകയോ ചെയ്യുന്നതിൻ്റെ വേഗതയാണ് റേഡിയൽ വെലോസിറ്റി എന്ന് പറയുന്നത്. ഇവ രണ്ടും ചേർത്ത് ഗയ 6 ഡയമെൻഷനിലുള്ള ഒരു ഭൂപടമാണ് ഉണ്ടാക്കിയത്. സ്ഥാനം, ദൂരം, ചലനം, സമയം. ഇതൊരു മാപ്പ് മാത്രമല്ല, ഇതൊരു ടൈം മെഷീനാണ്. ഇതുപയോഗിച്ച് ജ്യോതിശാസ്ത്രജ്ഞർക്ക് ക്ഷീരപഥത്തെ കോടിക്കണക്കിന് വർഷം പിന്നോട്ട് കൊണ്ടുപോയി നോക്കാൻ പറ്റും.
നക്ഷത്രങ്ങളുടെ ഉത്ഭവത്തെ കണ്ടെത്താൻ പറ്റും. പുരാതനവും നശിച്ചുപോയതുമായ ഗാലക്സികളിൽ നിന്നുള്ള നക്ഷത്രങ്ങളെ തിരിച്ചറിയാനും പറ്റും. മറ്റ് ഗാലക്സികളെ വിഴുങ്ങിയതിൻ്റെ ഫലമായി രൂപപ്പെട്ട നക്ഷത്രങ്ങളുടെ ഫ്ലോകൾ സ്റ്റെല്ലാർ സ്ട്രീമുകൾ എന്ന് തന്നെ വിളിക്കും. ഇവയെ കാണാൻ പറ്റും. മനുഷ്യരാശി ഇല്ലാതായതിനു ശേഷം നമ്മുടെ ആകാശം എങ്ങനെയായിരിക്കുമെന്നും പ്രവചിക്കാൻ കഴിയും. 1 ദശലക്ഷം വർഷം കഴിഞ്ഞ ധ്രുവ നക്ഷത്രം ഇന്നത്തെ സ്ഥാനത്തായിരിക്കില്ല ഉള്ളത്. ഒരു 100 കോടി വർഷം കഴിഞ്ഞാൽ ഇന്ന് കാണുന്ന നക്ഷത്ര സമൂഹങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ മാറിയിട്ടുണ്ടായിരിക്കും. ഗയ നമ്മുടെ ആകാശത്തിലുള്ള ആ ഒരു കോൺസ്റ്റലേഷൻസിൻ്റെ കലണ്ടർ തന്നെ മാറ്റി എഴുതി. എന്നാൽ ഇതിൻ്റെ പ്രാധാന്യം അതിലും വലുതാണ്. കാരണം ഇങ്ങനെ ഉണ്ടാകുന്ന ചലനം വസ്തുക്കളുടെ മാസിനെ കുറിച്ച് വളരെ വിശദമായി പറയുന്നുണ്ട്. നക്ഷത്രങ്ങൾ വിചിത്രമായി ചലിക്കുമ്പോഴോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു പൊസിഷൻ മാറുമ്പോഴോ വേഗത കൂടുമ്പോഴോ നക്ഷത്രങ്ങൾ വളയുകയൊക്കെ ചെയ്താലും പലപ്പോഴും അദൃശ്യമായൊരു സാധനത്തിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടാകും. ഡാർക്ക് മാറ്റർ. ഗയ ഡാർക്ക് മാറ്ററിനെ നേരിട്ട് കാണുന്നില്ല എങ്കിലും നക്ഷത്രങ്ങളെ അതെങ്ങനെ സ്വാധീനിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നുണ്ട്. ഇതുവഴി ഡാർക്ക് മാറ്റർ എവിടെയാണ് കൂടുതലായി കോൺസെൻട്രേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നതിൻ്റെ മോഡൽസ് ഉണ്ടാക്കാൻ നമുക്ക് സാധിക്കും. ഗയയുടെ അളവുകൾ നക്ഷത്രത്തിൻ്റെ ജീവിതചക്രം മനസ്സിലാക്കാനും സഹായിക്കും. ഒരു നക്ഷത്രത്തിൻ്റെ സ്ഥാനം, അതിൻ്റെ ടെമ്പറേച്ചർ, അതിൻ്റെ ഗ്ലോയിങ്, തിളക്കം എന്നിവ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ നക്ഷത്രത്തിൻ്റെ പ്രായം, മാസ്, അതിൻ്റെ ഒരു സ്റ്റെല്ലാർ എവല്യൂഷനിൽ എവിടെയാണ് എന്ന് പ്രവചിക്കാൻ പറ്റും. അതായത് ഗയ നക്ഷത്രങ്ങൾ പ്രായമാകുന്നത് തത്സമയം കാണുന്നുണ്ട്. അവ എക്സ്പാൻഡ് ചെയ്യുന്നതും മിന്നുന്നതും പൊട്ടിത്തെറിക്കുന്നതും മരിച്ച നക്ഷത്രങ്ങളുടെ അവശിഷ്ടങ്ങളും പുതിയതായി പിറന്ന നക്ഷത്ര കൂട്ടങ്ങളെയും അത് കാണുന്നുണ്ട്. അതിലൂടെ നമ്മളെ തന്നെയാണ് നമ്മൾ തിരിച്ചറിയുന്നത്. ക്ഷീരപഥത്തിലെ ഓറിയോൺ ശാഖയിലൂടെ പതുക്കെ നീങ്ങുന്ന നമ്മുടെ സൂര്യനെയും കോടിക്കണക്കിന് നക്ഷത്രങ്ങളെയും ഒരു സമയസഞ്ചാരിയെപ്പോലെയാണ് അത് മനസ്സിലാക്കുക. ഏറ്റവും വിചിത്രമായൊരു കാര്യം, ഈ അറിവെല്ലാം ലഭിക്കുന്നത് വളരെ വളരെ ചെറിയ മാറ്റങ്ങളിൽ നിന്നാണ് എന്നുള്ളതാണ്. ഒറ്റ നോട്ടത്തിന് അർത്ഥമില്ലാതെ തോന്നുന്ന മാറ്റങ്ങൾ. എന്നാൽ അവയെല്ലാം ഒരുമിച്ച് കൂട്ടുമ്പോൾ നമ്മുടെ ഗാലക്സികളെ ഏറ്റവും പൂർണ്ണതയുള്ള ഒരു കഥയായി നമുക്ക് തോന്നും. ഗയ ദൗത്യം തുടങ്ങിയപ്പോൾ അതിൻ്റെ ലക്ഷ്യം ലളിതമായിരുന്നു: നക്ഷത്രങ്ങളെ മാപ്പ് ചെയ്യുക. എന്നാൽ ബഹിരാകാശം വളരെ സിമ്പിളായിട്ടുള്ള ദൗത്യങ്ങളെ ഇഷ്ടപ്പെടുന്ന ഒന്നല്ല. ഗയ നക്ഷത്രങ്ങളെ നിരീക്ഷിക്കാൻ തുടങ്ങിയപ്പോൾ ഗാലക്സികൾ ആരും ചോദിക്കാത്ത ചോദ്യങ്ങൾക്ക് രഹസ്യമായി ഗയയോട് ഉത്തരം പറഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. അതിലൊന്നായിരുന്നു ഡാർക്ക് മാറ്ററിനെ കുറിച്ചുള്ള രഹസ്യങ്ങൾ വെളിപ്പെടുത്തിയത്. ഡാർക്ക് മാറ്റർ അദൃശ്യമാണ്. സാധാരണ രീതിയിൽ നമുക്ക് കണ്ടെത്താൻ കഴിയില്ല. അത് പ്രകാശം പുറത്തുവിടുകയോ പ്രതിഫലിപ്പിക്കുകയോ അബ്സോർബ് ചെയ്യുകയോ ചെയ്യുന്നില്ല. പക്ഷേ അതിന് ഗ്രാവിറ്റേഷണൽ എഫക്റ്റ് ഉണ്ട്. അതെല്ലാത്തിനെയും വലിച്ചെടുക്കും. ഗാലക്സികൾ പ്രതീക്ഷിക്കുന്നതിലും വേഗത്തിൽ കറങ്ങുന്നുണ്ട് എന്ന് നമുക്കറിയാം. നക്ഷത്രങ്ങൾ അദൃശ്യമായ വസ്തുക്കൾക്ക് ചുറ്റും വളയുന്നുണ്ട്. ഗയ ഡാർക്ക് മാറ്ററിനെ നേരിട്ട് കണ്ടിട്ടില്ല എങ്കിലും നക്ഷത്രങ്ങളുടെ ചലനത്തിൽ അതിൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞു. നക്ഷത്രങ്ങൾ പ്രതീക്ഷിച്ച പാതയിൽ നിന്ന് തെന്നിപ്പോയാൽ, മാറിപ്പോയാൽ അത് പലപ്പോഴും ഡാർക്ക് മാറ്ററിൻ്റെ സ്വാധീനം മൂലമാണ് എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഇങ്ങനെ ഗയ തന്ന വിവരങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ ഗാലക്സിയിലെ ഗുരുത്വാകർഷണത്തിൻ്റെ ഏറ്റവും കൃത്യമായ 3D ഭൂപടം നമ്മൾ ഉണ്ടാക്കിയെടുത്തു. ക്ഷീരപഥത്തിലെ വളരെ അദൃശ്യമായ അസ്ഥികൾ പോലെ ഒരുതരം എക്സ്റേ പോലെയാണ് ഡാർക്ക് മാറ്റർ കിടക്കുന്നത്. ഗയ ഇത് മാത്രമല്ല കണ്ടെത്തിയത്, അത് പ്രേത ഗാലക്സികളെ കണ്ടു, ഗോസ്റ്റ് ഗാലക്സീസ്. ക്ഷീരപഥം പണ്ട് വിഴുങ്ങിയ ഗാലക്സികളുടെ അവശിഷ്ടങ്ങൾ. ഇതിൽ പ്രശസ്തമായ ഒന്നാണ് ഗയ സോസേജ് എൻസെലാഡസ്. ആയിരക്കണക്കിന് നക്ഷത്രങ്ങൾ ഒരു പ്രത്യേക സോസേജിൻ്റെ ആകൃതിയിലുള്ള വേഗതയിൽ സഞ്ചരിക്കുന്നത് നമ്മുടെ ടെലസ്കോപ്പിന് മനസ്സിലായി. ഇവയെല്ലാം കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു ഗാലക്സിയുടെ കൂട്ടിയിടിയിൽ നിന്ന് വന്നതാണ് എന്ന് നമ്മൾ അനുമാനിക്കുന്നു. എൻസെലാഡസ് എന്ന ചെറിയൊരു ഗാലക്സി ക്ഷീരപഥവുമായി കൂട്ടിയിടിച്ച് നമ്മുടെ ഗാലക്സിയിലേക്ക് ലയിച്ചു. അതിലെ നക്ഷത്രങ്ങൾ ഇന്നും നമ്മുടെ ഗാലക്സിയിൽ അവിടെയും ഇവിടെയുമായി ചിതറിക്കിടക്കുന്നുണ്ട്. ഗയ ഇല്ലായിരുന്നുവെങ്കിൽ ഈ ഒരു കൂട്ടിയിടിയെപ്പറ്റി നമ്മൾ അറിയില്ലായിരുന്നു. കാരണം ഭാവിയിൽ മിൽക്കി വേയും ആൻഡ്രോമീഡ ഗാലക്സിയും കൂട്ടിയിടിക്കാൻ പോകുന്നു എന്ന് നമ്മൾ പഠനം നടത്തി വെച്ചിട്ടുണ്ട്. പിന്നെ ഗയ നമുക്കിതുവരെ അറിയാത്തൊരു കാര്യത്തെ കണ്ടെത്തി. അത് നക്ഷത്രങ്ങളുടെ കമ്പനങ്ങളാണ്, സ്റ്റാർ ക്വേക്സ്. എർത്തു കേക്ക് എന്ന് പറയുന്ന പോലെ സ്റ്റാർ ക്വേക്സ്. ഭൂമിയിൽ ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നത് പോലെ നക്ഷത്രങ്ങളിലും കമ്പനങ്ങൾ ഉണ്ടാകും. ഇവ നക്ഷത്രങ്ങളുടെ ഉപരിതലത്തിലൂടെ അലയടിച്ച് അവയുടെ ഇൻറ്റേർണൽ സ്ട്രക്ചറിനെ കുറിച്ച് പഠിക്കാൻ നമ്മളെ സഹായിക്കും. അപ്പോൾ നമ്മുടെ ടെലസ്കോപ്പ് അപ്രതീക്ഷിതമായി ഈ വൈബ്രേഷൻസിന്, ഈ ക്വാക്സിന് തിരിച്ചറിഞ്ഞു. നക്ഷത്രങ്ങളുടെ തിളക്കത്തിലും ചലനത്തിലുമുള്ള സൂക്ഷ്മമായ മാറ്റങ്ങൾ അളർന്നുകൊണ്ടാണ് ഇത് തിരിച്ചറിഞ്ഞത്. ഇത്തരത്തിലുള്ള കമ്പനങ്ങളിൽ നിന്ന് ശാസ്ത്രജ്ഞർ നക്ഷത്രങ്ങളുടെ ഉള്ളിലേക്ക് നോക്കി. അവയുടെ സാന്ദ്രത, കറങ്ങുന്ന വേഗത, പ്രായം എന്നിവയെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് പഠിച്ചു. നമ്മളറിയാതെ നക്ഷത്രങ്ങളെക്കുറിച്ചുള്ള ഭൂകമ്പം പഠിക്കുന്ന ഒരു ഭൂകമ്പ ശാസ്ത്രജ്ഞനായിരുന്നു എന്ന് പറയാം. എന്നാൽ ഏറ്റവും ഞെട്ടിക്കുന്ന കണ്ടെത്തൽ പക്ഷേ മറ്റൊന്നാണ്. ഗയയുടെ കൃത്യത ഉപയോഗിച്ച് ശാസ്ത്രജ്ഞർ 100 കണക്കിന് ഹൈപ്പർ വെലോസിറ്റി നക്ഷത്രങ്ങളെ കണ്ടെത്തി എന്നുള്ളത്. ഗാലക്സിയിൽ നിന്ന് പുറത്തേക്ക് തെറിച്ചു പോകുന്ന അത്ര വേഗതയിൽ സഞ്ചരിക്കുന്ന നക്ഷത്രങ്ങൾ. ചിലത് ഗാലക്സിയുടെ കേന്ദ്രത്തിൽ നിന്നുള്ള വലിയ തമോഗർത്തമായ സജറ്റേറിയസ് എ സ്റ്റാർ ഉണ്ടല്ലോ, മലയാളത്തിൽ നമ്മളതിനെ ധനു എന്ന് വിളിക്കും. ഇതുമായിട്ടുള്ള സമ്പർക്കം മൂലം തെറിച്ചു പോയതാവാൻ സാധ്യതയുണ്ട്.
മറ്റുള്ളവ അവ നഷ്ടപ്പെട്ട ഗാലക്സികളിൽ നിന്ന് ഗുരുത്വാകർഷണത്തിൻ്റെ പ്രഭാവത്താൽ ചിലപ്പോൾ തെറിച്ചു പോയതായിരിക്കാം. എങ്കിലും ഓരോന്നും സെക്കൻഡിൽ 100 കിലോമീറ്റർ വേഗതയിൽ ശൂന്യതയിലൂടെ പായുന്ന ഒളിച്ചോടിയ നക്ഷത്രങ്ങളാണ്. നക്ഷത്രങ്ങളെപ്പോലും നാട് കടത്താം എന്ന ഓർമ്മപ്പെടുത്തലാണ് ഗയ നമുക്ക് തന്ന കാര്യങ്ങൾ. നമ്മൾ സങ്കല്പിക്കാത്ത കാര്യങ്ങൾ കണ്ടെത്താൻ ഗയ സഹായിച്ചു എന്നുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. പക്ഷേ ഇനിയും ചില കാര്യങ്ങൾ പറയാനുണ്ട്. ക്ഷീരപഥത്തിൻ്റെ അതിർത്തികൾ പുനർനിർവചിക്കുകയും നമ്മുടെ ഗാലക്സിക്ക് ഒരു സർപ്പിളാകൃതി മാത്രമല്ല, മുൻകാല കൂട്ടിയിടികളിൽ വന്ന രൂപമാറ്റം മൂലം വളഞ്ഞും തിരിഞ്ഞുമിരിക്കുന്ന ഒന്നാണ് എന്ന് ഗയ കാണിച്ചു തന്നിരുന്നു. ഇങ്ങനെ ഓരോ കണ്ടെത്തലും പുതിയ ചോദ്യങ്ങൾ ഉയർത്തി. ബഹിരാകാശത്തിൻ്റെയും സമയത്തിൻ്റെയും ഭൂപടങ്ങളും മാറ്റിവരയ്ക്കാൻ അത് കാരണമായി. ഓരോ സെക്കൻഡിലും ഗയ നക്ഷത്രങ്ങളെ സ്കാൻ ചെയ്ത് അളക്കുകയായിരുന്നു എന്ന് ഞാൻ സൂചിപ്പിച്ചല്ലോ. വലിയ അളവിൽ വിവരങ്ങൾ ശേഖരിക്കുന്ന സമയത്ത് അതിൻ്റെ ഡാറ്റ എന്ന് പറയുന്നത് ഭീകരമാണ്. ഓരോ മണിക്കൂറിലും 15 ലക്ഷത്തിലധികം നിരീക്ഷണങ്ങൾ നടത്തി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ നക്ഷത്രത്തിൻ്റെ ഡാറ്റാബേസുകൾ അപ്പോൾ ഉണ്ടാവും. ഗയ നിരീക്ഷിച്ച ഓരോ നക്ഷത്രത്തിനും അതിൻ്റെ സ്ഥാനം, തിളക്കം, നിറം, താപനില, ഘടന, ചലനം, ദൂരം, ചിലപ്പോൾ റേഡിയൽ വേഗത എന്നിവയെക്കുറിച്ചുള്ള പൂർണ്ണമായ വിവരങ്ങളുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതൊരു നിശ്ചല ചിത്രമല്ല, ഓരോ നക്ഷത്രത്തിൻ്റെയും ജീവചരിത്രമാണെന്ന് പറയാം. അങ്ങനെ 180 കോടിയിലധികം നക്ഷത്രങ്ങളുടെ ജീവചരിത്രങ്ങൾ ഈ ഒരു ടെലസ്കോപ്പ് എഴുതിയിട്ടുണ്ട്. ആകെ ഡാറ്റയുടെ അളവ് 100 ടെറാബൈറ്റിലധികം വരും. ഇത് പ്രോസസ്സ് ചെയ്യാത്ത ഡാറ്റ മാത്രമാണ്. നമ്മളിതിനെ അനലൈസ് ചെയ്ത് വരുന്ന സമയത്ത് ഇത് പെറ്റാബൈറ്റുകളായി മാറും. എന്നാൽ ഗയയ്ക്ക് ചിത്രങ്ങൾ അയക്കാൻ വേണ്ടത്ര ബാൻഡ് വിഡ്ത്ത് ഇല്ലായിരുന്നു. മനോഹരമായ ഫോട്ടോകൾ എടുക്കാൻ അതിന് കഴിയില്ല. പകരം ശുദ്ധമായ ഡാറ്റ, കുറേ സീറോസ് ആൻഡ് വൺസ്. എല്ലാ ദിവസവും അതിങ്ങനെ സംഖ്യകൾ ഭൂമിയിലേക്ക് അയച്ചു. ഒരു ഗാലക്സി നിധിഭൂപടത്തിലെ കോർഡിനേറ്റുകൾ പോലെ നമുക്കതിനെ കണക്കാക്കാം. നമ്മുടെ ഭൂമിയിലാണെങ്കിലോ 24 രാജ്യങ്ങളിൽ നിന്നുള്ള 450-ലധികം ശാസ്ത്രജ്ഞരും എഞ്ചിനീയർമാരും അടങ്ങുന്ന ഒരു സംഘമുണ്ട്. അവർ ഈ സംഖ്യകളെയൊക്കെ പിടിച്ചെടുത്ത് ഇതിൻ്റെ മീനിങ് കണ്ടെത്താൻ വേണ്ടി കഷ്ടപ്പെട്ട് പഠിക്കുന്നുണ്ട്. ഇതാണ് ഡാറ്റ പ്രോസസ്സിംഗ് ആൻഡ് അനാലിസിസ് കൺസോർഷ്യം അഥവാ DPAC. DPAC ഒരു ഓഫീസല്ല, ഒറ്റ ഓഫീസല്ല. യൂറോപ്പിലുടനീളമുള്ള സൂപ്പർ കമ്പ്യൂട്ടറുകളുടെയും റിസർച്ച് സെൻറ്ററുകളുടെയും ഒരു കൂട്ടമാണ്. അവർ ഗയയുടെ ഡാറ്റ എടുത്ത് വർഷങ്ങൾ കൊണ്ട് വികസിപ്പിച്ചെടുത്ത വളരെ കോംപ്ലക്സായ അൽഗോരിതങ്ങളിലൂടെ ഇതിനെ അനലൈസ് ചെയ്യും. ഓരോ നക്ഷത്രത്തിൻ്റെയും സ്ഥാനം, ചലനം, ഉപകരണത്തിലെ പിഴവുകൾ, ഗുരുത്വാകർഷണം മൂലമുള്ള പ്രകാശത്തിൻ്റെ ഒരു കർവിങ് എന്നിവ കണക്കിലെടുത്ത് ഇവയൊക്കെ തന്നെ ശരിയാക്കി മാറ്റുന്നുണ്ട്. ഓരോ ഫലവും ഒരു തവണ എന്നല്ല പല തവണ പരിശോധിക്കും. അങ്ങനെ കിട്ടുന്ന ഓരോ സ്കാനിങ്ങും അനുസരിച്ച് ഇതിനെ ആവർത്തിച്ച് പ്രത്യേക രീതിയിലുള്ള ഡാറ്റ റിലീസുകളായിട്ട് അവർ പുറത്തിറക്കി. ഓരോന്നും നമ്മുടെ ബഹിരാകാശ ഗവേഷണത്തിൽ വിപ്ലവം സൃഷ്ടിച്ചു. ഉദാഹരണത്തിന് 2016 DR1 എന്ന് പറയുന്നൊരു ഡാറ്റ 100 കോടിയിലധികം നക്ഷത്രങ്ങളെക്കുറിച്ചുള്ള വിവരമാണ് നമുക്ക് തന്നത്. 2018 DR2 ചലനം, നിറങ്ങൾ, ചില ഇരട്ട നക്ഷത്രങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ എന്നിവ ഉൾപ്പെടുത്തിയ വിവരങ്ങൾ നമുക്ക് തന്നു. അതുപോലെ 2020-22 കാലഘട്ടത്തിൽ പുറത്തിറങ്ങിയ EDR3, DR3 തുടങ്ങിയവ പൂർണ്ണമായിട്ടുള്ള ത്രിമാന രൂപത്തിലുള്ള ചലനം, നക്ഷത്രങ്ങൾക്ക് വരുന്ന മാറ്റങ്ങൾ, അവയിലെ ഡാറ്റകൾ, ക്വാസറുകളുടെ കെമിക്കൽ ഘടന എന്നിവയെക്കുറിച്ചാണ് നമ്മളോട് പറഞ്ഞത്. ദൗത്യം അവസാനിച്ചതിന് ശേഷം ഇനി വരാൻ പോകുന്ന DR5 ഈ ഗയ എന്ന് പറയുന്ന ടെലസ്കോപ്പിൻ്റെ ഏകദേശം 10 വർഷത്തിലധികമുള്ള പ്രവർത്തനത്തിലെ അവസാനത്തെ ശേഖരമാണ്. ബഹിരാകാശ ശാസ്ത്രജ്ഞർ ഈ ഡാറ്റയെ സൈറ്റുകളിലാക്കി ഗാലക്സികളിലേക്കുള്ള ഒരു GPS പോലെ ഉപയോഗിക്കും. ഒരു നക്ഷത്രത്തിൻ്റെ പാത കോടിക്കണക്കിന് വർഷം പിന്നോട്ട് കണ്ടെത്തണോ? ഗയ ഉപയോഗിക്കാം. അലഞ്ഞു തിരിഞ്ഞ ഗ്രഹങ്ങൾ, മറഞ്ഞിരിക്കുന്ന തമോഗർത്തങ്ങൾ, ഒളിച്ചോടി പോകുന്ന നക്ഷത്രങ്ങൾ എന്നിവ കണ്ടെത്തണോ? ഗയ സഹായിക്കും. ഒരു ഗാലക്സിയുടെ ഭൂതകാലമോ ഭാവിയോ പഠിക്കണോ? ഗയയുടെ കയ്യിൽ ഡാറ്റയുണ്ട്. ജെയിംസ് വെബ് ദൂരദർശിനി പോലെയുള്ള മറ്റ് ദൗത്യങ്ങൾ പോലും എവിടെ നോക്കണം, എന്ത് കാണുന്നു എന്ന് മനസ്സിലാക്കാനും ഗയയുടെ കോർഡിനേറ്റുകളെയാണ് ആശ്രയിക്കുന്നത്. എന്നാൽ ഈ ഡാറ്റ പ്രോസസ്സിംഗ് വളരെ വലുതും വളരെ കോംപ്ലക്സുമാണ്. ചില കണ്ടെത്തലുകളുടെ വിവരങ്ങൾ ശേഖരിച്ചു കഴിഞ്ഞാൽ വർഷങ്ങൾക്ക് ശേഷമാണ് അതിൻ്റെ ഡാറ്റ പുറത്തു വരുന്നത്. പക്ഷേ ആ കാത്തിരിപ്പിന് ഫലം കണ്ടിട്ടുണ്ട്. ഗയ ഒരു ഡാറ്റാബേസ് മാത്രമല്ല, ഒരു കോസ്മിക് ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഉണ്ടാക്കി തന്നു. ആകാശത്തിലെ മറ്റെല്ലാത്തിനുമുള്ള ഒരടിസ്ഥാനം, ഒരു മാനദണ്ഡം. ഗാലക്സികളെക്കുറിച്ച് പറയുന്ന ഒരു സത്യം: എല്ലാ യന്ത്രങ്ങൾക്കും പരിധികളുള്ളതുപോലെ ഗയയ്ക്കും പരിധിയുണ്ട്, അതും പ്രായം ചെല്ലും. ഒരു 10 വർഷത്തിലേറെയായി ഭൂമിയുടെ ഗുരുത്വാകർഷണ വലയത്തിനപ്പുറം ഈ ഏകാന്ത കാവൽക്കാരൻ നക്ഷത്രങ്ങളെക്കുറിച്ച് അക്ഷീണം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കണ്ണ് ചിമ്മുകയോ പരാതിപ്പെടുകയോ ഒന്നും ചെയ്തില്ല. വെറുതെ കറങ്ങി, അളന്നു, വിവരങ്ങളെ ഭൂമിയിലേക്ക് അയച്ചു. എന്നാൽ ബഹിരാകാശത്തൊന്നും സ്ഥിരമല്ല. ഗയയുടെ ശ്വാസം നിലയ്ക്കുകയായിരുന്നു. അതിൻ്റെ ഊർജ്ജം തീർന്നതുകൊണ്ടല്ല, കാരണം സൂര്യപ്രകാശത്തിൽ നിന്ന് ഊർജ്ജം നേടാൻ അതിന് സോളാർ പാനലുകളുണ്ട്. എന്നാൽ അതിന് നഷ്ടപ്പെട്ടത് അതിൻ്റെ സ്റ്റെബിലിറ്റിയാണ്. ദൂരദർശിനികളെ അതിസൂക്ഷ്മമായി നിലനിർത്തി അതിൻ്റെ പോയിന്റുകളെ കൃത്യമായി നിർത്താൻ ദിശകളെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതുണ്ട്, ചെറിയ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. ഇതിനുവേണ്ടി ഞാൻ മുമ്പ് പറഞ്ഞ പോലെ കോൾഡ് ഗ്യാസ് ത്രസ്റ്ററുകളെയാണ് ഗയ ആശ്രയിച്ചത്. ചെറിയ അളവിലുള്ള വാതകങ്ങളെ പുറന്തള്ളി അത് സ്ഥിരത നിലനിർത്തി. എന്നാൽ ഈ ഇന്ധനം തീർന്നു പോകുന്ന ഒന്നാണ്. അത് തീർന്നാൽ ഗയയ്ക്ക് ലക്ഷ്യം വയ്ക്കാനോ ശരിയായി കറങ്ങാനോ കഴിയില്ല.
ആകാശത്തെ സ്കാൻ ചെയ്യാനുള്ള ശേഷി നഷ്ടപ്പെടും. ഈ ദിവസം വരുമെന്ന് ഗവേഷകർക്കും എഞ്ചിനീയർമാർക്കും അറിയാമായിരുന്നു. 2013 വിക്ഷേപിച്ചപ്പോൾ മുതൽ ഓരോ തവണ ഇന്ധനം ഉപയോഗിക്കുമ്പോഴും അത് അതിൻ്റെ അവസാനത്തോട് അടുക്കുകയായിരുന്നു. 2024 അവസാനത്തോടെ ഗയയുടെ യാത്ര അവസാനിക്കുകയാണെന്ന് വ്യക്തമായി. 2025 ജനുവരി 15 ഏകദേശം 11 വർഷത്തെ സേവനത്തിന് ശേഷം ഗയയുടെ ശാസ്ത്രീയ ഉപകരണങ്ങളും അതിൻ്റെ പ്രവർത്തനങ്ങളും ഔദ്യോഗികമായി നിർത്തി. അതതിൻ്റെ ദൗത്യം പൂർണ്ണമായും പൂർത്തിയാക്കിയിരിക്കുന്നു. കോടിക്കണക്കിന് നക്ഷത്രങ്ങളെ അളന്നു, ആയിരക്കണക്കിന് കണ്ടെത്തലുകൾ നടത്തി, മനുഷ്യചരിത്രത്തിൽ ഒരു കോസ്മിക് മാപ്പ് വരയ്ക്കാൻ സഹായിച്ചു. എന്നാൽ അതായിരുന്നില്ല അവസാനം. യൂറോപ്യൻ സ്പേസ് ഓപ്പറേഷൻസിലെ ഒരു സംഘം ഗയയെ അതിൻ്റെ അവസാന യാത്രയ്ക്ക് തയ്യാറാക്കുകയായിരുന്നു. 2025 മാർച്ച് 27 അവർ അവസാനത്തെ നിർദ്ദേശങ്ങൾ നൽകി. ഗയയെ കൃത്യമായി പ്രതികരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അതിനെ നിദ്രയിലാക്കി. അതിൻ്റെ സിസ്റ്റങ്ങൾ ഓഫാക്കി, ഉപകരണങ്ങൾ നിശ്ചലമാക്കി, സിഗ്നലുകൾ നിലച്ചു. ഭാവിയിലെ ദൗത്യങ്ങൾക്ക് തടസ്സമാകാതെ കൺസിസ്റ്റൻ്റായ ഒരു ഭ്രമണപഥത്തിലേക്ക്, ഒരു ഹീലിയോസെൻട്രിക് ഡ്രിഫ്റ്റ് ഓർബിറ്റിലേക്ക് അതിനെ ഷിഫ്റ്റ് ചെയ്തു. പരിവേഷണത്തിൽ ഒരു പ്രേതം പോലെ അതിന് നിശബ്ദമായി ഒഴുകി നടക്കും. ഇനി അത് നിരീക്ഷിക്കുന്നില്ല. പക്ഷേ അതൊരിക്കലും മറന്നു പോകുന്ന ഒരു പേടകമല്ല. അതിനെ പൊട്ടിത്തെറിപ്പിച്ചോ കത്തിച്ചോ കളയേണ്ടി വന്നതുമില്ല. നിശബ്ദമായ ശാന്തമായ ഒരു സെൻഡ് ഓഫ്. ഗയ നമുക്ക് പ്രപഞ്ചത്തിലെ നക്ഷത്രങ്ങളുടെ മൂവ്മെൻറ്റ് കാണിച്ചു തന്നു. അവയ്ക്കുള്ള മാറ്റങ്ങൾ കാണിച്ചു തന്നു. സമയം വളർന്നു. ഒടുവിൽ അതോ സ്വയം നിശ്ചലമായി. ലോകമെമ്പാടുമുള്ള ജ്യോതിശാസ്ത്രജ്ഞർ അതിൻ്റെ അവസാനത്തെ സിഗ്നലിനെ വളരെ സങ്കടത്തോടു കൂടിയാണ് സ്വീകരിച്ചത്. അത് ലക്ഷ്യമിട്ടതെല്ലാം നേടി, അതിലധികവും നേടി. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്: ഗയയുടെ ഉപകരണങ്ങൾ നിശബ്ദമാണെങ്കിലും അതിൻ്റെ ഡാറ്റ അതിജീവിക്കും. ഡിജിറ്റൽ ആർക്കൈവുകളിൽ സൂക്ഷിച്ചിരിക്കുന്ന അതിൻ്റെ പൈതൃകം വളർന്നുകൊണ്ടേയിരിക്കും. അതിൻ്റെ ഭൂപടങ്ങളിൽ നിന്ന് പതിറ്റാണ്ടുകളോളം നമ്മൾ പുതിയ കണ്ടെത്തലുകൾ നടത്തും. അത് ഉയർന്നു വരും. ജെയിംസ് വെബ്, റോമൻ സ്പേസ് ടെലസ്കോപ്പ്, വേര റൂബിൻ ഒബ്സർവേറ്ററി എന്നിവയെല്ലാം ഗയയുടെ ഡാറ്റയെ അടിസ്ഥാനമാക്കിയായിരിക്കും ഉപയോഗിക്കുക. അതായത് ഗയയുടെ കണ്ണുകൾ മറ്റുള്ളവരിലൂടെ തുറക്കാൻ പോവുകയാണ്. നമ്മൾ ഈ ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറയുന്ന പോലെ. അതുകൊണ്ട് നമ്മൾ ഗയയുടെ കഥയുടെ അവസാന ഘട്ടത്തിലെത്തിയെങ്കിലും നിശബ്ദമായ ഒരു ബഹിരാകാശ പേടകം ഓരോ വർഷവും കൂടുതൽ ശക്തമായൊരു പൈതൃകം ഉണർത്തിക്കൊണ്ട് നമ്മളിൽ എന്നും അതിജീവിക്കട്ടെ. ഗാലക്സികൾ സ്ഥിരമല്ല, അത് ഒഴുകുന്നുണ്ട്. ആ ഒഴുക്കിനെ എങ്ങനെ പിന്തുടരണമെന്ന് ഗയ നമുക്ക് കാണിച്ചു തന്നു. കപ്പലുകൾ കൊണ്ടല്ല, പ്രകാശത്തെ വെച്ചുകൊണ്ട്. കെട്ടുകഥകൾ കൊണ്ടല്ല, കൃത്യമായ അളവുകൾ കൊണ്ട്. ദേവന്മാരെ കൊണ്ടല്ല, ഗയ എന്ന ടെലസ്കോപ്പിൻ്റെ സഹായത്താൽ. നന്ദി.